അച്ഛൻ മരിക്കുമ്പോൾ അയാൾ സ്വാമിയായി മുറിയിലായിരുന്നു. ഗാന്ധി തന്നെയാണ്. ആ സമയത്ത് അയാൾക്ക് ഓർമ്മ ഒന്നില്ല, അച്ഛൻ മരിച്ചു. അതുകൊണ്ട് കടുത്ത ബ്രഹ്മചര്യ പരീക്ഷണത്തിനൊക്കെ പോയതായി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പദാർത്ഥങ്ങളിൽ സുഖമില്ല. പദാർത്ഥങ്ങളിൽ സുഖമുണ്ടെന്നത് ഭാവന മാത്രമാണ്. ഭാവനയില്ലാത്തിടത്തോളം ഒരു പദാർത്ഥവും സുഖമല്ല. ഒരു പദാർത്ഥം ഒരാൾ സുഖമായി ഭാവിക്കുമ്പോൾ മറ്റൊരാൾ ഒരു പദാർത്ഥം ദുഃഖമായി ഭാവിക്കുന്നു. പാലായിൽ നിന്ന് എറണാകുളത്ത് പോയ ഒരാൾ രാവിലെ ദോശ തിന്നിട്ട് രാവിലെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിവിടെ ഇരിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ ചായ കുടിക്കേണ്ട, ഒരര ഗ്ലാസ് ചായ അത്രയും മതി, വേറൊന്നും വേണ്ട, വയറ് നിറഞ്ഞിരിക്കുക. അവിടെ ചായ കുടിക്കാൻ ചെന്നപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മ വരുന്ന വാട്ടുകപ്പയും കടലയും പുഴുങ്ങിയത് കണ്ടപ്പോൾ അയാളുടെ ഭാവനയിൽ സുഖമാണെന്ന് തോന്നിയതുകൊണ്ട് അയാൾ അവിടെ ഇരുന്ന് ലേശം കഴിക്കാവെന്ന് പറഞ്ഞൊരു പ്ലേറ്റ് കഴിച്ചു തുടങ്ങിയപ്പോൾ മാങ്ങാക്കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് പാലായിൽ കൂട്ടിയ മാങ്ങാക്കറിയുടെ ചെറിയ മണം അടിച്ചു കയറിയപ്പോൾ അല്പം കൂടെ വിളമ്പിക്കോളാൻ. മറ്റൊരാൾ എറണാകുളത്ത് നിന്ന് ദോശ തിന്നെങ്കിലും രാവിലെ ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് സ്റ്റാൻഡേർഡുള്ള എന്തെങ്കിലും ആയിരിക്കും. കുട്ടിക്കാലത്ത് ഈ കപ്പയെന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞതാണ്, ദാരിദ്ര്യവാസികൾ തിന്നുന്നതാണ് എന്നൊക്കെ വിചാരിച്ച് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ കാലത്ത് എല്ലാ ദിവസവും കപ്പ പുഴുങ്ങുന്ന അച്ഛനെയും അമ്മയെയും നോക്കി ഇഡലി തിന്നില്ല, ദോശ തിന്നില്ല എന്ന് സങ്കല്പിച്ച് വളർന്നപ്പോൾ ചെറിയൊരു പണി കിട്ടിയപ്പോഴേക്ക് കപ്പയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് കപ്പയോടുള്ള വെറുപ്പ് തീർത്ത് എറണാകുളത്ത് ചേക്കേറി ഇനി കപ്പ ജീവിതത്തിൽ തിന്നേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ രാവിലെ അവിടേക്ക് ചായ കുടിക്കാനെത്തുമ്പോൾ കപ്പ മലത്തി വെച്ച പ്ലേറ്റ് കമത്തി വെച്ചു. അപ്പോ ഈ കപ്പ സുഖമല്ല എന്നുള്ളതിന് വേറെ പരിപാടിയൊന്നും വേണ്ട. ശരിയല്ല? രണ്ടുപേരെയും തനിക്കറിയാമെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെട്ടു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ അയ്യോ, ഞാൻ വെറുതെ ഒരു എറണാകുളം പറഞ്ഞ, ഇത് കൊളവാക്കാൻ എറണാകുളം എന്ന് പറഞ്ഞ. അപ്പൊ കപ്പയിൽ സുഖമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളിതിന്റെ തത്വം പഠിക്കുന്നതിന് പകരം ആളെ അന്വേഷിച്ചു പോവാണ്. ആള് നിങ്ങൾ തന്നെയാണെന്ന് എടുക്കുക. രണ്ടും. അപ്പോ അതിനകത്ത് സുഖമില്ല, പദാർത്ഥത്തിൽ സുഖമില്ല. ഭാവത്തിൻ്റെതാണ് സുഖം എന്ന നിയമമില്ല. നിയമമുണ്ടെന്നാണ് ധാരണ. ഒരു ഭാവത്തിനും സുഖമില്ല. ഇവിടെ വന്നിരുന്നു, പരസ്പരം പരിചയപ്പെട്ടു, അടുത്തിരിക്കുന്ന ആൾ ഉടുത്തിരിക്കുന്ന സാരി ഒന്ന് പിടിച്ചു നോക്കി, ഓർഗാൻസയാണ്. കൊള്ളാം, ഏതാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു, ഏതാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി നമുക്കിട്ടുള്ളതാണെന്ന് മറ്റോ പറഞ്ഞു. അപ്പൊ പതുക്കെ ഒന്ന് പിടിച്ചു നോക്കും. കഴിഞ്ഞു. അതിൽ സുഖമുണ്ടെന്ന് വിചാരിച്ചു. ഇത് മേടിച്ചു കൊണ്ടെന്നാൽ രണ്ടാം ദിവസം
ഇതാ കുളിമുറിയുടെ വാതിലെ ചുരുട്ടി കൂട്ടിയിട്ടിട്ടുണ്ടാവും. ഇപ്പൊ വേറെ സാധനത്തിലാ സുഖം. ഇത്രയേ ഉള്ളൂ നിന്റെ സുഖം. അപ്പൊ ജീവിതത്തിൽ ഏത് പദാർത്ഥം, സാരി, ആഹാരം, പാൻസ്, ഷർട്ട്, കൊട, വടി, സകല സാധനവും, ബാഗ്, ഇതുപോലൊരു ബാഗ് വാങ്ങിക്കണം. ഇതിലൊന്നിലും സുഖമില്ല. സുഖമില്ലെന്നറിഞ്ഞിട്ട് ഞാൻ സുഖമായി ജീവിക്കുന്നു എന്നാണ് ജനകൻ പറയുന്നത്. സുഖമില്ലെന്നറിഞ്ഞിട്ട്, സുഖമെന്നറിഞ്ഞ് അത് വാങ്ങി ഞാൻ ദുഃഖിയായി ജീവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലായില്ല. രണ്ടു തലവാ. ഇത് സുഖമാണെന്നോർത്ത് എത്ര ദൂരം പോയാ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരെ പോയി നോക്കത്തില്ലായിരുന്നു. അത് ഇന്നിടത്ത് കിട്ടുമെന്ന് അവളെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. നിങ്ങൾ പോയ കടയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇന്നിടത്ത് കിട്ടും. അവിടെ തീർന്നിട്ടില്ല, നിങ്ങൾ പോകാത്തതുകൊണ്ടാണ്. വണ്ടി എടുക്കുക, വേഗം പോകും. ഇപ്പൊ കൊണ്ടുവരണം. ഞാൻ എത്ര കാലമായി പറയുന്നു. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ പോവാം. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ മേലെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ഓടിക്കണ്ട, ഞാൻ തന്നെ. ഓടിക്കാൻ അറിയാമല്ലേ? ശരി, ഓട്ടോ പിടിച്ചോളാം. ഓട്ടോ പിടിച്ചു നോക്കോളാം. നന്നായി. അപ്പൊ ഇത് മേടിച്ചു കൊണ്ടുവന്ന് ദുഃഖിയായി ജീവിക്കുന്നു. അപ്പൊ ഞാൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, വിവിധ പദാർത്ഥങ്ങളിൽ സുഖാദികളുടെ അനിയതത്വം വേണ്ടുവോളം ഞാൻ ദർശിച്ചിരിക്കുന്നു. ആ വേണ്ടുവോളം എന്ന പദം കാരണമായി ഓരോന്നെടുത്ത് പറയുന്നത്. ഞാൻ ഒരുപാട് പദാർത്ഥങ്ങളെ ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളിലൂടെ സുഖമാണെന്നോർത്ത് വലിച്ചു വെക്കാൻ ഓടി. ബ്രഹ്മചര്യകാലത്ത് പഠിത്തത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. എവിടെയെങ്കിലും ഒരു പുസ്തകം കണ്ടാൽ ഉടനെ അത് സുഖം തരുമെന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് വാങ്ങിച്ചു. അന്ന് മേടിച്ചിട്ട് ഇന്നുവരെ ഞാൻ വായിച്ചിട്ടില്ല. അന്ന് ഞാൻ വാങ്ങിച്ചതാ. അങ്ങനൊരു ലൈബ്രറി തന്നെയുണ്ട്. ഇതിലൊരു പുസ്തകമെങ്കിലും ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന് പേപ്പറൊക്കെ ഒട്ടിയിരിക്കുന്നവരുണ്ട്. ഇതെടുത്തു തരുന്നവൻ നല്ല ഒന്നാന്തരം സാധനമാണ്. വായിച്ചിട്ടുണ്ടോ? ആട്ടനാണ്, മൊഴിമുത്താണ്. അവരും ഇത് വായിച്ചിട്ടില്ല. വായിച്ച പിന്നെ വയ്ക്കാനാവില്ല. അപ്പോ ഇങ്ങനെ സുഖം തരുമെന്നോർത്ത് ഞാനിതൊക്കെ വാങ്ങിച്ചു. കിടക്കകൾ, ടംബ്ലറുകൾ, സ്പൂണുകൾ, ഇതോരോന്നും. അതുകൊണ്ട് ആ ഓരോന്നിനെയും നിങ്ങൾ മനസ്സുകൊണ്ട് അപഗ്രഥിച്ചോണം. ഇതിലൊന്നും സുഖം നിയതമായില്ല എന്ന് എനിക്ക് ബോധ്യമായി. വേണ്ടുവോളം ബോധ്യായി. ഞാനീ പദാർത്ഥങ്ങൾ ഓരോന്നും, പദാർത്ഥങ്ങൾ, ഭാവങ്ങളുടെ തലങ്ങളിൽ, ഭാവങ്ങളിൽ സുഖാദികളുടെ അനിയതത്വം, സുഖദുഃഖങ്ങൾ രണ്ടും. അതാണ് സുഖാദികൾ. സുഖവും ദുഃഖവും രണ്ടും അതിലില്ല. അതിലാണെന്നോർത്ത് ഞാൻ അവയിലൂടെ നടന്നു. അതിന് ഞാൻ അത്യധ്വാനം ചെയ്തു. അധ്വാനം ചെയ്തപ്പോഴൊക്കെ ദുഃഖിച്ചു. അതൊക്കെ സ്വന്തമാക്കി. സുഖം കിട്ടിയില്ല. സുഖത്തിന്റെ നിയതത്വം അതിലില്ല എന്നിന്ന് ഞാൻ വേണ്ടത്ര ദർശിച്ചിരിക്കുന്നു.
ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും നേടാൻ ഞാൻ ഓടി. ആ പദാർത്ഥങ്ങൾ ഓരോന്നും സുഖം തരും സുഖം തരും എന്നോർത്ത് സ്വന്തമാക്കി. അതിലൊന്നും സുഖമില്ലെന്ന് വാഴപ്പിണ്ടിയിൽ തീയുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിഞ്ഞ? ശരിയല്ല. മക്കളാണ് സുഖമെന്നോർത്ത് മക്കളെ വളർത്തി. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ്. മനസ്സിലായത് ഭാര്യ സുഖമാണ് എന്നോർത്ത് സ്കൂളിൽ പഠിച്ചപ്പോഴോ കോളേജിൽ പഠിച്ചപ്പോഴോ ഒരു പെങ്കൊച്ചിനെ കണ്ടു. അത് സുഖമായിരിക്കുമെന്നോർത്ത് കുറെ കാലം പുറകെ നടന്നു. അവസാനം വീട്ടുകാർ വരെ പലതും പറഞ്ഞപ്പോൾ പറഞ്ഞു പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു. നിർബന്ധമായി പിടിയാലേ ഇതിനെ കൂട്ടിക്കൊണ്ടുപോയി അകത്തി ചെന്നപ്പോൾ പണ്ട് കണ്ട പോലൊന്നുമല്ല. സ്വഭാവമൊക്കെ മാറി. വാഴപ്പിണ്ടി തീയുണ്ടെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ. നിങ്ങളെല്ലാം തമ്മി നോക്കുന്നു. ഞാൻ ആകെ വിഷമത്തിലാവൂ. അതാണ് സംശയം. രണ്ടും അപ്പൊ ഇത് കഴിഞ്ഞു. കുറച്ച് മുന്നോട്ട് പോയി. അപ്പോ ഓരോന്നും അനുഭവിക്കും തോറും, പദാർത്ഥത്തെ അടുത്തറിയും തോറും ഈ സുഖത്തിന്റെ പ്രതീക്ഷ മങ്ങും. സുഖദുഃഖങ്ങളുടെ ലോകം അതാണ്. അത് ആദ്യം അറിഞ്ഞാൽ സുഖമായി വാഴാം. ഇതിങ്ങനെയാണ്. അപ്പൊ ഏറ്റുമുട്ടാൻ തോന്നൂല. നീ എന്നെ ദുഃഖിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. ഈ തിരുവവതാരം അല്ലേ? അങ്ങനെയാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് തോന്നുന്നു. ഏത് നേരത്താ എനിക്കിതിന് തോന്നിയതെന്ന് കൊടേതമ്പുരാന് മാത്രമേ. നിങ്ങൾ പലരും ചിരിക്കാൻ. ആണോ? ഞാൻ പറഞ്ഞ പ്രകൃതി അല്ല പറഞ്ഞതെന്ന്. ഇവിടം വരെ ആയോ? പഠിച്ചു അവിടം വരെ ആയി. താനെന്തിനോട് ചിരിക്കും? താനെന്തിനോട് ചിരിക്കും? അപ്പൊ ഏതായാലും ജീവിതായോധനത്തിൽ സുഖം എന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം വസ്തുവിലാണ്. വസ്തുവിൽ സുഖമില്ല എന്നത് വസ്തുതയാണ്. അത് വേണ്ടുവോളം വസ്തുക്കളെ അപഗ്രഥിച്ച് ഞാൻ മനസ്സിലാക്കി. ഇനിയൊരു വസ്തു സുഖമുണ്ടെന്ന് കരുതുന്നില്ല, ദുഃഖമുണ്ടെന്നും കരുതുന്നില്ല. ഇത് വേണ്ടുവോളം ദർശിച്ച് അതുകൊണ്ട് ഞാൻ ശുഭാശുഭങ്ങളെ, പുണ്യപാപങ്ങളെ, പുണ്യമില്ല, പാപമില്ല, ശുഭയില്ല, അശുഭയില്ല, അവയെ വിട്ട് സുഖമായി വസിക്കുന്നു. എന്റെ സുഖത്തിനിപ്പോ ഒരു കുറവുമില്ല. കാരണം ഞാൻ പദാർത്ഥത്തിലില്ല. പദാർത്ഥങ്ങൾ സുഖം തരില്ല എന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് ശുഭവും അശുഭവും വെടിഞ്ഞ്, പുണ്യവും പാപവും വെടിഞ്ഞ് ഞാൻ സുഖമായി കഴിയുന്നു. ഈ പദാർത്ഥങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ എളുപ്പമാണ്. പദാർത്ഥങ്ങളിൽ സുഖമില്ലെന്ന് ബോധ്യമാവും. ഇതാണ് സുഖം. അപ്പൊ സുഖം ഏതാണ്ട് മനസ്സിലായി. ഇനി ശാന്തി.